തെരഞ്ഞെടുപ്പിലും ഡീൽ എന്നുള്ള ആരോപണം, അത് പേരുമാറി വന്ന് ഡീൽ, ആ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെ പ്രചാരണം മുന്നോട്ട് പോവുകയാണ്. പാലക്കാട് ആണ് ആദ്യം കോൺഗ്രസ് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത്. CPM BJP ഡീൽ എന്നുള്ള ആരോപണം. ആ ആരോപണം ഇപ്പോൾ പാലക്കാടും കടന്ന് 9 മണ്ഡലങ്ങൾ കൂടി വ്യാപിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ്. പാലക്കാടും കോന്നിയും റാന്നിയും അടക്കം 10 മണ്ഡലങ്ങളിൽ ഒത്തുതീർപ്പുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. എന്നാൽ UDFന്റെ ബന്ധങ്ങൾ മറച്ചുവെക്കാനാണ് ഈ ഡീൽ എന്നുള്ള ആരോപണം തന്നെ ഉന്നയിക്കുന്നതെന്നുള്ള മറുപടി നൽകുന്നു CPM. ഇപ്പോ CPM തോക്കുന്നുണ്ട് ഇറങ്ങിക്കണം. എന്താണ് BJP ആയിട്ട് ഡീലാണ്? ഞാൻ പണ്ടേ പറഞ്ഞതാണ്, ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്ത് അനിയൻ ബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. കെ സുരേന്ദ്രൻ 32,000 വോട്ട് പിടിച്ച കോന്നി ഇത്തവണ BJP BDJSന് വിട്ടു നൽകിയതാണ് ഡീൽ ആരോപണത്തിന് തെളിവായി കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നത്. പാലക്കാടിന് പിന്നാലെ കോന്നി, റാന്നി, കാസർഗോഡ് എന്നിങ്ങനെ 9 മണ്ഡലങ്ങൾ കൂടി UDFന്റെ ലിസ്റ്റിലുണ്ട്. പത്തനംതിട്ട ചെന്നപ്പോ കോന്നിയിൽ കഴിഞ്ഞ വർഷം കെ സുരേന്ദ്രൻ മത്സരിച്ച് 32,000 വോട്ട് പിടിച്ച സീറ്റിൽ BJPക്ക് സീറ്റില്ല. കൊടുത്തിരിക്കുന്ന ഘടകകക്ഷി BDJSന്. CPMനെ സഹായിക്കാനാ. മഞ്ചേശ്വരത്തും CPM BJP ഡീൽ UDF ആരോപിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ലീഗ് സ്ഥാനാർത്ഥിക്ക് പണിയാകുന്നത് SDPIയുടെ സ്ഥാനാർത്ഥിയാണ്. അതും അപരൻ എന്ന് തോന്നും വിധം സമാനമായ പേര്. ലീഗ് സ്ഥാനാർത്ഥി AKM അഷ്റഫും SDPI സ്ഥാനാർത്ഥി KM അഷ്റഫും. മറുവശത്ത് UDFന്റെ ഡീലുകൾ മറച്ചുവെക്കാനാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് CPM നേതാക്കൾ പ്രതിരോധിക്കുന്നു. കൊല്ലത്ത് കോൺഗ്രസിന് ജയിക്കാൻ, തിരുവനന്തപുരത്ത് BJPക്ക് ജയിക്കാൻ ഇവർ പരസ്പരം സഹായിച്ചു. ഇതിന്റെ എല്ലാ കണക്കുകളും വ്യക്തമാണ്. ഇത് മറച്ചുവെക്കാനാണ് ശ്രീ VD സതീശൻ ഇത്തരത്തിൽ വ്യാജമായ ആരോപണം ഉന്നയിക്കുന്നത്. അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. കോൺഗ്രസും വർഗീയ ശക്തികളും ചേർന്നുകൊണ്ടാണ് എന്നിട്ട് നമ്മളെ പറ്റിയ ഡീലാന്ന് പറയുന്നത്. RSSും BJPയും അതുപോലെ തന്നെ കോൺഗ്രസും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.